ഉഗ്രമായ പോരാട്ടം വാക്കുകളുടെ രൂപത്തിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയിൽ നിന്നും ഉണ്ടായി എങ്കിലും ആത്യന്തികമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ ഉക്രൈനിയൻ നേതാവ് കീഴടങ്ങുന്ന കാഴ്ചയാണ് അവസാനം ലോകം കണ്ടത്. പറഞ്ഞു വരുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയും തമ്മിൽ ഓവൽ ഓഫീസിൽ, വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന സംഭാഷണത്തിലെ യേശാപീശകൾ അല്ലെങ്കിൽ കല്ലുകടികൾ, അല്ല എങ്കിൽ സംഘട്ടനം, അതായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത. എന്നാൽ ഇപ്പോഴത്തെ വാർത്ത ഒരു ആട്ടിൻകുട്ടിയെ പോലെ മെരുങ്ങിയിരിക്കുന്നു, ഇണക്കമുള്ള നായ്ക്കുട്ടിയെ പോലെ മെരുങ്ങിയിരിക്കുന്നു ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി. എന്തുകൊണ്ടാവാം? ട്രംപ് ഉദ്ദേശിക്കുന്നത് നടത്തിയിരിക്കും എന്ന ദൃഢനിശ്ചയം. അതിന്റെ ഭാഗമായി ഉക്രൈന് അമേരിക്ക നൽകിയിരുന്ന സൈനിക സഹായം ഒറ്റയടിക്ക് വെട്ടിക്കുറിച്ച്. സൈനിക സഹായം മാത്രമല്ല, എല്ലാവിധ സഹായങ്ങളും. നമുക്കറിയാമല്ലോ, ഉക്രൈൻ റഷ്യക്കെതിരെ, മഹാശക്തിയായ റഷ്യക്കെതിരെ 3 വർഷം യുദ്ധത്തിൽ പിടിച്ചു നിന്നത് ഉക്രൈന്റെ പോരാട്ട മികവ് കൊണ്ട് മാത്രമല്ല, മറിച്ച് യൂറോപ്യൻ യൂണിയന്റെയും അതുപോലെ അമേരിക്ക നേതൃത്വം നൽകുന്ന നേറ്റോയുടെയും അമേരിക്കയുടെ തന്നെയും സൈനിക സാമ്പത്തിക സഹായം കൊണ്ട് മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, സഹായത്തിന്റെ രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറിയൽ സപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റുകൾ നൽകുന്ന ചിത്രം. റഷ്യയുടെ സൈനിക മൂവ്മെന്റ്സിനെ കുറിച്ച്, റഷ്യൻ മിസൈലുകൾ വരുന്ന വഴികളെ കുറിച്ച് ആകാശ പ്രതിരോധം ഒരുക്കാൻ ഉക്രൈന് സാധിച്ചത് കൊണ്ടാണ് പൂർണ്ണ തകർച്ചയിൽ നിന്നും ഉക്രൈനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞതും. കരയുദ്ധത്തിൽ നഷ്ടപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടത് തന്നെയാണ്. അത് ഡൊണസ്ക്, ലുഹാൻസ് മേഖല, ഡോൺബാസ് എന്ന് പറയും. ആ മേഖലയിലെ ഏതാണ്ട് പൂർണ്ണമായ സ്ഥലം, ഉക്രൈന്റെ ഭൂമിയുടെ ഏതാണ്ട് 20% റഷ്യയുടെ അധീനതയിലാണ്, അധിനിവേശത്തിലാണ്. മുൻപ് പിടിച്ചെടുത്ത ക്രൈമിയയെ കൂടെ ചേർക്കുമ്പോൾ റഷ്യ ഈസ് സിറ്റിംഗ് വെരി പ്രിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ അഡ്വാൻസ്മെന്റ് നടക്കുന്നില്ല എങ്കിൽ പോലും അമേരിക്കയുടെ ഭാഗത്ത് ഫർദർ സപ്പോർട്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത പരസ്യമായ നിലപാട്, സെലൻസ്കി 2 വർത്തമാനം ട്രംപിനോട് പറയുന്നത് കോരിത്തെരിപ്പിക്കുന്ന അനുഭവമാണ്. ഒരു കീഴാളനായ ഒരാൾ വേലാളനോട് ചങ്ക് നിവർത്തി അല്ലെങ്കിൽ നെഞ്ചു വിരിച്ചു നിന്ന് താങ്കൾ പറയുന്നത് അതുപോലെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതിലൊരു ധൈര്യം കാണാം. പക്ഷെ ആ ധൈര്യത്തിനുപരിയായി ഒരു പ്രായോഗികതയുടെ കുറവുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണ്? റഷ്യയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സെലൻസ്കിയുമായി നേരിട്ട് ഒരു ധാരണ ഉക്രൈന്റെ സെക്രട്ടറിമാരുമായും അല്ലെങ്കിൽ ഭരണകൂടവുമായും, അമേരിക്കയുടെ ഭരണകൂടം നേരിട്ട് മിനറൽസുമായി ബന്ധപ്പെട്ട ഒരു ധാരണ ഉണ്ടാകണമായിരുന്നു. ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന കാര്യങ്ങളാണ് ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്, ഇതൊരു സ്റ്റേജ് മാനേജ്ഡ് കാര്യമാണ്, ഞങ്ങൾക്കും കൂടി അനുകൂലമാകുന്ന രീതിയിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് സംസാരം ഉണ്ടാകണമെന്ന ഒരു മുൻകൂർ ധാരണയിലാണ് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കേണ്ടത്. ഇത് സംഭവിച്ചത് എന്താണ്? ഈ ധാരണ ഉണ്ടായിരുന്നാലും ഇല്ല എങ്കിലും ഒരു ധാരണയും അവിടെ വിലപ്പോയില്ല. ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയെ കടിച്ചു വലിച്ചു കീറുന്ന ഒരു അനുഭവം തോന്നി. പലർക്കും അത് അരോചകമായി തോന്നി. ആതിഥേയ മര്യാദ വേണ്ട രീതിയിൽ കാണിച്ചില്ല എന്ന പരിഭവം ഉണ്ടായി. മറുവശത്ത് ട്രംപിന്റെ പിന്തുണക്കാർ, അല്ല എങ്കിൽ യുദ്ധം അവസാനിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ചിലരും, ട്രംപിന്റെ പിന്തുണക്കാർ മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്തെ ഒരു യുക്തിരാഹിത്യം ചൂണ്ടിക്കാട്ടി. കാരണം അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ യൂറോപ്യൻ സമൂഹം നൽകുമെന്ന് പറയുന്ന പിന്തുണ, ആ പിന്തുണ നൽകുമെന്ന് പറയുക മാത്രമല്ല, അവരെ പിന്തുണ നൽകുമെന്ന് പരസ്യമായി പുറപ്പുറത്ത് കയറി ഘോഷിക്കുകയും ചെയ്തു. കാരണം സെലൻസ്കി തിരിച്ചെത്തിയത് യൂറോപ്പിലേക്കാണ്, ബ്രിട്ടനിലേക്കാണ്. അമേരിക്കയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ചങ്ങാതിയായ ഗ്രേറ്റ് ബ്രിട്ടന്റെ നേതാവ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി സംസാരിച്ചു. സ്റ്റാമർ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ഉക്രൈനിയൻ പ്രസിഡന്റിന് കൊടുത്തത്. അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സമ്മിറ്റ് ഉണ്ടായിരുന്നു. അത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ജർമ്മൻ നേതാക്കളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് 30 രാജ്യങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഉക്രൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഒരു വാക്ക് മാത്രമാണ്. കാര്യം നടക്കണമെങ്കിൽ സൈനിക സഹായം വേണം, സാമ്പത്തിക സഹായം വേണം. നമുക്കറിയാം, നേറ്റോയുടെ 22% സപ്പോർട്ടും ഫൈനാൻഷ്യൽ മസിലും വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ആ 22% പൂർണ്ണമായി
പിൻവലിക്കുന്ന ഘട്ടത്തിലെത്തിയാൽ ഓരോ യൂറോപ്യൻ രാജ്യത്തിനും പൊള്ളും. അതുകൊണ്ട് വലിയ വായിലെ വർത്തമാനം പറയാമെന്നല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരിട്ട് സൈന്യത്തെ അയച്ച് ഉക്രൈനിലേക്ക് സൈന്യത്തെ അയച്ച് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഇരച്ചു കയറുന്ന റഷ്യൻ സൈന്യത്തെ തടഞ്ഞു നിർത്താൻ ആവില്ല. അതുകൊണ്ടാണ് വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചു, ലുക്ക് മിസ്റ്റർ പ്രസിഡന്റ് സെലൻസ്കി, our companies, our investors, our industry will land in your country. എന്തിനാണ്? നിങ്ങളുടെ റിസോഴ്സസ്, നിങ്ങൾക്ക് $11.7 ട്രില്യൺ വർത്ത് റെയർ എർത്ത് ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്, അതുപോലെ വലിയ തോതിലുള്ള യുറേനിയം നിക്ഷേപമുണ്ട്, ഒരുപാട് റെയർ എർത്ത് മിനറൽസ് ഉണ്ട് അവിടെ, മിനറൽസ് ആൻഡ് മെറ്റൽസ് ആൻഡ് ഓയിൽ. ഇതിൽ പലതും കിടക്കുന്നത് ഇപ്പോൾ റഷ്യ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഉക്രൈന്റെ കിഴക്കൻ മേഖലയിലാണ്. അവിടെ പൂർണ്ണമായി നിങ്ങൾക്ക് കൈവിട്ടു പോയാൽ ഞങ്ങൾക്ക് റഷ്യയുമായി ഉടമ്പടി ഒപ്പിട്ടുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് തയ്യാറായി നിൽക്കുകയാണ്. അമേരിക്കൻ കമ്പനികൾ റഷ്യയിൽ വരൂ, ടെക്നോളജി കൊണ്ടുവരൂ, നിങ്ങൾ ഖനനം ചെയ്തെടുക്കൂ, ഞങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലാകട്ടെ എന്ന് പറഞ്ഞാൽ ഉക്രൈന് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഉക്രൈന്റെ ആ പ്രദേശം ഉക്രൈന്റേതായി അംഗീകരിക്കപ്പെടണമെങ്കിൽ, പറഞ്ഞു വരുന്ന ഡൊണസ്ക് മേഖലയെ കുറിച്ചാണ്, അത് ഉക്രൈന്റേതായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അവിടേക്ക് അമേരിക്കൻ കമ്പനികൾ വരണം. ട്രംപ് പറയുന്നതാണ്, വ്യംഗ്യമായി ഒപ്പിക്കുന്നതാണ്. 11 ട്രില്യൺ ആണ് നിങ്ങളുടെ ആസ്തികൾ, മിനറൽസ് മാത്രം, റെയർ എർത്താണ്. അതിൽ ഞങ്ങൾ ചോദിക്കുന്നത് 500 ബില്യൺ മാത്രം, ചെറിയൊരു ഭാഗം മാത്രം. ഞങ്ങൾക്ക് ചെലവായത് 350 ബില്യൺ, അത്രയൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ട്രംപ് കയറ്റി പറഞ്ഞതാണ് ഒരു 100-150 ബില്യൺ ഡോളേഴ്സിന് സഹായം. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രസിഡന്റ് പ്രഖ്യാപിച്ച സഹായം 65 ബില്യൺ ഡോളേഴ്സിന്റെ സൈനിക സഹായമാണ്. അതാണ് ട്രംപ് ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റ് സഹായങ്ങളെല്ലാം ചേർത്ത് ഒരുപക്ഷെ 130-140 ബില്യൺ ഡോളേഴ്സിന്റെ സഹായമാണ് അമേരിക്ക ഉക്രൈന് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിൽ പലതും കച്ചവടത്തിന്റെ രൂപത്തിൽ തന്നെയാണ്, സഹായം എന്ന് പറയാനാവില്ല. ഉക്രൈൻ വില കൊടുത്ത് അമേരിക്കയിൽ നിന്നും വാങ്ങിയ വെപ്പൺസിന് സഹായം എന്ന് പറയാനാവില്ലല്ലോ. അത് മാത്രമല്ല, തുടർന്നും സ്പെയർ പാർട്ടുകളുടെ അവൈലബിലിറ്റി ഉണ്ടാകണം, കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടാകണം. അത് ഉറപ്പുവരുത്തണമെങ്കിൽ തീർച്ചയായും സൗഹൃദ കരാർ ഉണ്ടെങ്കിലേ പറ്റൂ. ഇതില്ല എങ്കിൽ, അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, താങ്കൾ തിരിച്ച് കിയേവിലേക്ക് പോയി, ഉക്രൈനിലേക്ക് പോയി ഒന്നുകൂടെ പ്രാർത്ഥിച്ച് ആലോചിച്ച് താങ്കളുടെ മനസ്സ് ശരിയാകുമ്പോൾ തിരിച്ചു വരൂ, നമുക്ക് കരാർ ഒപ്പിടാം. അത് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചത് മണിക്കൂറുകൾക്കകം സംഭവിക്കുകയാണ്. ഇപ്പോൾ ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമർ സെലൻസ്കി തിരിച്ചു പറഞ്ഞിരിക്കുന്നു, എനിക്ക് ചില തെറ്റുകൾ പറ്റി. അമേരിക്കയിലെ എൻ്റെ ബിഹേവിയർ, പ്രത്യേകിച്ച് ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് കയറി സംസാരിച്ചത് ശരിയായില്ല. എൻ്റെ കോണ്ടക്ട് അത്ര ഒരു പ്രസിഡന്റിന് ചേരുന്നതായിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോണ്ടക്ട് ശരിയായിരുന്നോ എന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ വിമർശിക്കുന്ന കൂട്ടത്തിലാണ്. ട്രംപ് അത്രയും കഠിനമായി പറയേണ്ടതുണ്ട്, 1-to-1 ആയി, ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലല്ല. നേരിട്ട് സെലൻസ്കിയോട് 4 വർത്തമാനം പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ സമാധാനം കൊണ്ടുവരണം, യുദ്ധം 3ാം ലോക യുദ്ധത്തിലേക്ക് തള്ളിയിടരുത്, ഞങ്ങൾ കർശനമായി നിൽക്കും, ഞങ്ങൾ റഷ്യയുടെ ചങ്ങാത്തത്തിന് ഒരു അമാന്തവും കാണിക്കില്ല. ഇത് പറയേണ്ടിയിരുന്നത് ചെവിയില പറയേണ്ടിയിരുന്നത്. പക്ഷെ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് മുമ്പിൽ താൻ ശക്തനായ പ്രസിഡന്റാണ്. ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ, നിങ്ങളുടെയൊക്കെ കാഴ്ചയ്ക്ക് മുമ്പിൽ ലൈവായിട്ട് തന്നെ ഞാനിതാ ഉക്രൈൻ പ്രസിഡന്റിനെ കൊമ്പ് കുത്തിച്ച് ഡോട്ടഡ് ലൈനിൽ ഒപ്പിടിപ്പിക്കാൻ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുന്ന നിങ്ങൾ കണ്ടുകൊള്ളൂ അമേരിക്കൻ ജനതയെ എന്നുള്ള ട്രംപിന്റെ ഒരു അഹങ്കാരം, അതിന് ഏറ്റവും ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആത്യന്തികമായി ട്രംപ് ഉദ്ദേശിക്കുന്നത് നടക്കൂ എന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുപക്ഷെ സെലൻസ്കിയോട് അനൗപചാരികമായി സംസാരിച്ചിട്ടുണ്ടാകാം, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാകാം. അമേരിക്കയെ പൂർണ്ണമായി പിണക്കുന്നത് യൂറോപ്പിന്റെ ആത്യന്തിക സുരക്ഷയ്ക്ക് നല്ലതല്ല. അമേരിക്കയ്ക്ക് അത് വിഷയമല്ല, അമേരിക്കയ്ക്ക് ദേ ക്യാൻ മേക്ക് ദംസെൽസ് ഗ്രേറ്റ് അഗൈൻ. പക്ഷെ യൂറോപ്പിനോ അവർ വലിയ തോതിലുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നു. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി സെലൻസ്കിയോട് പറഞ്ഞിരിക്കാം, ഞങ്ങൾക്ക് നിങ്ങളെ പുറമെ ഞങ്ങൾ ഇങ്ങനെ ഒരു ധൈര്യപൂർവ്വം ഒരു നിലപാടെടുക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറയും, ഞങ്ങൾ അതിന് പ്രത്യേക ഫണ്ട് രൂപീകരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ ആവില്ല. ഞങ്ങളുടെ സൈന്യങ്ങൾ യൂറോപ്പിൽ, നിങ്ങളുടെ ഭൂമിയിൽ, ഉക്രൈനിൽ വന്ന് നിങ്ങളെ സഹായിക്കാം എന്ന് വെച്ചാലും റഷ്യ ഞങ്ങൾക്കെതിരെ യുദ്ധം ചിലപ്പോൾ ചെയ്യാൻ, ആക്രമണം നടത്തിയാൽ ഞങ്ങൾക്ക് പിന്നെ തിരിച്ചടിക്കാതിരിക്കാൻ ഒക്കില്ല. ഞങ്ങൾക്ക് മാത്രമായി റഷ്യയെ
പ്രതിരോധിക്കാൻ ഒരുപക്ഷെ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ട്രംപിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി കീഴടങ്ങുന്നതാണ് ബുദ്ധി. ഉക്രൈൻ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം, ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിന് തൽക്കാലത്തേക്ക് ഒരു വിജയമായിക്കൊള്ളട്ടെ, നമ്മുടെ അഭിമാനം വ്രണപ്പെടുത്താം, പക്ഷെ നമുക്ക് ഉള്ള ഭൂമിയെങ്കിലും, ഇപ്പോൾ കൈവശമുള്ള ഭൂമിയെങ്കിലും നിയന്ത്രിച്ചു നിർത്താം, കൈവശമാക്കാം. അത് മാത്രമല്ല, നമ്മുടെ മിനറൽസ് പകുതി അമേരിക്കക്കാർ കൊണ്ടുപോയിക്കൊള്ളട്ടെ. $500 ബില്യൺ കച്ചവടമല്ലേ പറയുന്നത്. അവര് 350 ബില്യൺ ചെലവാക്കി എന്ന് പറയുന്നു. 500 ബില്യന്റെ കച്ചവടം നടക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന പണവും ടെക്നോളജിയും യന്ത്രങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ. ഇവിടെ ആളുകൾക്ക് ജോലി കിട്ടുമല്ലോ. അമേരിക്കൻ വർക്ക് ഫോഴ്സിനെ അല്ലല്ലോ കൊണ്ടുവരുന്നത്, നമുക്ക് കുറെയൊക്കെ തൊഴിൽ ലഭിക്കുമല്ലോ. അത് മാത്രമല്ല, അമേരിക്കൻ വ്യവസായികൾ, അമേരിക്കൻ നിർമ്മാണ തൊഴിലാളികൾ, സാങ്കേതിക വിദഗ്ധന്മാർ ഉക്രൈന്റെ മണ്ണിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ തലയുടെ മുകളിലൂടെ മിസൈൽ പായിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 10 വട്ടം ആലോചിക്കും. അതുകൊണ്ട് ട്രംപ് പറയുന്ന സുരക്ഷ എന്ന് പറയുന്നത് ഉക്രൈൻ ഡിമാൻഡ് ചെയ്യുന്ന സെക്യൂരിറ്റി ഗ്യാരണ്ടി അല്ല, അമേരിക്കൻ സാമ്പത്തിക ഫോഴ്സിന്റെ, വ്യവസായ ഫോഴ്സിന്റെ, തൊഴിലാളികളുടെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ ഡിറ്ററൻസ്, പ്രതിരോധം റഷ്യക്കെതിരെ എന്ന് പറയുമ്പോൾ തത്വത്തിൽ അത് അംഗീകരിക്കുന്ന ഉക്രൈനെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഉക്രൈന്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടേക്കാം, ഉക്രൈന്റെ ശിരസ് ഭൂമിയോളം കുനിഞ്ഞിരിക്കാം. പക്ഷേ ഉക്രൈൻ എന്ന രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. പ്രത്യേകിച്ച് റഷ്യയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പവർ ഇൻഫ്രാസ്ട്രക്ചറിൽ, ഉക്രൈൻ വലിയൊരു പവർ ജനറേറ്റിംഗ് സെന്റർ കൂടിയാണല്ലോ. അവർക്ക് ഓയിലുണ്ട്, കൽക്കരിയുണ്ട്, ഗ്യാസ് ഉണ്ട്. ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേൽ വലിയ ആക്രമണം നടക്കുകയും 600ഓളം പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചതായി അനൌദ്യോഗിക കണക്കുകളിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ റഷ്യ ആക്രമണം വർദ്ധിപ്പിക്കുകയും ഏകപക്ഷീയമായി ഉക്രൈൻ കീഴടങ്ങുകയും ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് റഷ്യയുടെ മുമ്പിൽ തലകുനിക്കുകയും അമേരിക്കയുടെ സമ്മർദ്ദം അംഗീകരിച്ചു കൊടുക്കുകയും തന്റെ സമസ്ത അപരാധങ്ങൾ പൊറുക്കണമെന്ന് സെലൻസ്കി ലോകത്തോടായി, ഉക്രൈൻ ജനതയോടായി ഏറ്റുപറഞ്ഞ് മാപ്പ് സാക്ഷിയാവുകയും ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു വഴിയും ഉക്രൈന് മുമ്പിൽ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ട്രംപിന് ഒരിക്കൽ കൂടി തലയുയർത്തി നിൽക്കാം. ധാർമ്മികമായി അത് ശരിയാണോ എന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.